ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ CD Deluxe വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നടന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് അതിൻ്റെ വയറിംഗ് കിറ്റ് അങ്ങനെ പ്ലഗിലേക്ക് വരുന്ന ആ കറണ്ട് പോണ ഓയിൽ അസംബ്ലി, അതിൻ്റെ പ്ലഗ് അഡാപ്റ്റർ, അതേപോലെ ബ്രേക്ക് ലൈനർ, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ റാഡ്, ഇതൊക്കെ മാറ്റി നമ്മൾ റീസെൻ്റ് എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയതാണ്. അപ്പോൾ നിലവിൽ ഇന്നത് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചു, നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്താ വെച്ചാൽ പ്ലഗ് ഷോർട്ടായി പോയതാണ്. അതായത് നമ്മൾ അന്ന് ചെയ്തപ്പോൾ പ്ലഗ് മാറ്റിയിട്ടില്ല. കാരണം നമുക്കൊരു കംപ്ലൈൻറ്റോ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ മിസ്സിങ്ങിൻ്റെ കേസൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ജനറലായിട്ടുള്ള സർവീസ് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലഗ് ഷോർട്ടായതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ പുതിയ പ്ലഗ് ഇട്ട് വണ്ടി സ്റ്റാർട്ടിങ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്ലഗ് നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ കാർബൺ കണ്ടന്റ് ഉണ്ട്. ഹെഡിനകത്ത് നല്ല രീതിയിൽ കരി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുതിയ പ്ലഗ് മാറ്റിയിട്ടാലും എത്ര നാൾ കിടക്കുന്നൊന്നും കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. മറ്റേ കാർബറേറ്റർ ക്ലീനിങ്, എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് വിടേണ്ടതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം സർവീസുമായി ബന്ധപ്പെട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ ഫുള്ള് പോയി കിടക്കുന്നുണ്ട്. ഫ്രണ്ട് കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, ഫോർക്ക് ലീക്ക് ഉണ്ട്, അങ്ങനെ കുറേ വർക്കുകൾ അഡീഷണൽ വേറെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അന്ന് ചെയ്ത വർക്കും ഇപ്പോൾ വന്ന കംപ്ലൈൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്നാൽ പോലും നമ്മൾ വണ്ടി എടുത്ത് ക്ലിയർ ചെയ്തിട്ട് കംപ്ലൈൻറ്റ് മാറ്റി പ്ലഗ് മാറ്റി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് മാറ്റിയിട്ടുണ്ട് നമ്മൾ കേട്ടോ.